അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹപ്രവർത്തകരെ, കാലം തേടുന്ന ഇസ്ലാഹ് എന്ന പ്രമേയത്തിൽ നാം നിർവഹിച്ചു വരുന്ന ആദർശ പ്രചാരണത്തിൻ്റെ ഭാഗമായാണ് ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതു കാലത്തും പ്രസക്തമാകുന്ന ഇസ്ലാഹ് ഈ കാലഘട്ടത്തിൽ ഖുർആനിൻ്റെയും പ്രവാചകചര്യയുടെയും ആശയങ്ങളെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ തനതു രീതിയെയും പ്രമാണപ്രതിബദ്ധതയെയും ചോദ്യം ചെയ്യുന്ന ഘട്ടം ശക്തമായപ്പോഴാണ് ഇത്തരം ഒരു പ്രചാരണവുമായി പ്രബോധകരായ നമ്മൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഇസ്ലാമിലെ പ്രമാണങ്ങൾ, അവയോടുള്ള സമീപനങ്ങൾ എന്നതാണ് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കേണ്ടത്. പ്രധാനമായും 3 വീക്ഷണങ്ങളാണ് ഇസ്ലാമിക പ്രമാണങ്ങളുടെ വിഷയത്തിൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ കാണാൻ കഴിയുന്നത്. അവ ശരിയാണ് എന്നർത്ഥത്തിലല്ല നാം കാണുന്നത്. ഒന്ന്, ഖുർആൻ മാത്രവാദമാണ്. ഏതൊരു കാര്യത്തിൻ്റെയും പ്രമാണമായി സ്വീകരിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ മാത്രമായിരിക്കണം എന്നത്. രണ്ടാമത്തേത്, ഖുർആനും സ്വഹീഹായ സത്യസന്ധമായ പ്രവാചകൻ്റെ തിരുചര്യയുമാണ് പ്രമാണമായി സ്വീകരിക്കേണ്ടത് എന്നതാണ്. മൂന്നാമത്തെ വാദം, ഖുർആനും ഹദീസും പ്രമാണമായി സ്വീകരിക്കുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട പണ്ഡിതാഭിപ്രായങ്ങളുടെ വിശകലനങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുക എന്ന വാദമാണ്. ഹദീസിനെ പാടെ അവഗണിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. കേരളത്തിലും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ രംഗത്ത് വന്നിരുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആദർശത്തെയും അവൻ്റെ അനുഷ്ഠാനങ്ങളെയും മാനദണ്ഡമായി പരിഗണിക്കേണ്ടത് പ്രമാണങ്ങളാണ്. പ്രമാണത്തിൽ സംഭവിക്കുന്ന ഏതു തരത്തിലുള്ള സ്ഖലിതങ്ങളും തെറ്റുകളും അവൻ്റെ ആരാധനാനുഷ്ഠാനങ്ങളിൽ മാത്രമല്ല, പരലോക ജീവിതത്തിൽ സ്വർഗവും നരകവും തീരുമാനിക്കുന്നിടത്ത് പോലും അത് പ്രതിസന്ധിയിൽ വരും. അതുകൊണ്ട് പ്രമാണങ്ങൾ കൃത്യമാവുക എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 59-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയഉല്ലാഹ വ അത്തിയഉർ റസൂല വ ഉലിൽ അംരി മിൻകും. സത്യവിശ്വാസികളായ ആളുകളെ, നിങ്ങൾ അല്ലാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കേണ്ടതുണ്ട്. വ ഉലിൽ അംരി മിൻകും, നിങ്ങളിൽ കൈകാര്യകർത്തൃത്വമുള്ള ആളുകളെയും നിങ്ങൾ അനുസരിക്കണം. ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ കബീറിലെ 1-ാം വാള്യത്തിലെ 633-ാമത്തെ പേജിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്നിടത്ത് ഖുർആനും പ്രവാചക ചര്യയും സുന്നത്തും അതാണ് അടിസ്ഥാനപരമായി ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആയത്തിൻ്റെ തുടർച്ചയിൽ ആ ഭാഗമാണ് ഒന്നുകൂടി വ്യക്തമായി ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിനെയും പരലോകത്തെയും വിശ്വസിക്കുന്നുവെങ്കിൽ, അഥവാ ഈമാൻ സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്താണ്?
فإن تنازعتم في شيء فردوه إلى الله والرسول. നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാൽ, നിങ്ങൾക്കിടയിൽ വിശകലനങ്ങൾ ആവശ്യമായാൽ, നിങ്ങൾക്കിടയിൽ ഒരു കാര്യത്തിൻ്റെ മാനദണ്ഡം സ്വീകരിക്കണം എന്ന് വന്നാൽ നിങ്ങൾ അള്ളാഹുവിലേക്കും അവൻ്റെ പ്രവാചകനിലേക്കുമാണ് മടങ്ങേണ്ടത്. ഇസ്ലാമിലെ പ്രമാണങ്ങൾ അടിസ്ഥാനപരമായി രണ്ടെണ്ണമാണ്. ഒന്ന് ഖുർആൻ, രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യ. ഇമാം നവവി അദ്ദേഹത്തിൻ്റെ ശറഹ് മുസ്ലിമിൽ 1-ാം വാള്യത്തിലെ 15-ാമത്തെ പേജിൽ ഈ കാര്യം കൃത്യമായി രേഖപ്പെടുത്തി. ഫഇന്ന സുന്ന ഹിയ അസ്ലു സ്വാനി മിൻ ഉസൂലി അഹ്കാമി ശർഇയ്യ ബഅദൽ ഖുർആനിൽ അദീം. വിശുദ്ധ ഖുർആനിനു ശേഷം ഇസ്ലാമിക ശരീഅത്തിൻ്റെ അവലംബവും അടിസ്ഥാനവുമായി വരേണ്ട പ്രമാണം, അത് രണ്ടാമത്തെ പ്രമാണം എന്ന് പറയുന്നത് അസ്സുന്ന ഹിയ അസ്ലുസാനി എന്നാണ്. സ്വഹീഹ് മുസ്ലിമിൻ്റെ ഷറഹിൽ ഇമാം നവവി ഈ ഭാഗം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നുകൂടി സുവ്യക്തമായി നമുക്ക് ഈ ഭാഗത്ത് വിശദീകരിച്ചു തന്നു. തറക്തു ഫീക്കും അംറൈൻ ഷൈഅൈൻ എന്നീ 2 വചനങ്ങൾ, 2 റിപ്പോർട്ടുകൾ കാണാം. 2 കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ നാം വിട്ടുകൊണ്ടാണ് പോകുന്നത്. ലം തദില്ലു മാ തമസ്സക്തും ബിഹിമ. നിങ്ങളതിനെ മുറുകെ പിടിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരിക്കലും തെറ്റിപ്പോകേണ്ടതില്ല. ഇത് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിനെയും പ്രവാചക ചര്യയെയും നേർക്കുനേരെ മനസ്സിലാക്കുന്ന സച്ചരിതരായ സഹാബികളോട് ഈ വിഷയം പറയുകയും ശേഷക്കാലക്കാരായ ആളുകളെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. എന്താണത്? കിതാബ് അല്ലാഹ്. ഒന്ന് അല്ലാഹുവിൻ്റെ കിതാബാണ്, വിശുദ്ധ ഖുർആനാണ്. 2 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയാണ്. അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചക അനുസരണം അതിലൂടെ പൂർത്തിയാകും. പ്രവാചകനെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ അത് പൂർത്തിയാകും. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം എന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനം ഈ ആശയത്തെയാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. പ്രമാണം 1 വിശുദ്ധ ഖുർആനാണ്. 2 അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സുന്നത്താണ്. ഈ കാര്യം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കുഞ്ഞി മുഹമ്മദ് പറപ്പൂർ മദനി എഴുതിയിട്ടുള്ള സുന്നത്ത് അർത്ഥവും പ്രാധാന്യവും എന്ന് പറയുന്ന പുസ്തകത്തിൽ. വൈസ് പ്രസിഡന്റിനാണോ അതല്ല വ്യാഴാഴ്ചയും ബുധനാഴ്ചയും രംഗത്ത് വരുന്ന പണ്ഡിതരായിട്ടുള്ള ആളുകൾക്കാണോ ഇതിൽ തീർപ്പ് പറയേണ്ടത് എന്ന് അടുത്ത പ്രാവശ്യം നിങ്ങളൊന്ന് വിശദീകരിച്ചു തരണം. തൊട്ടടുത്തുള്ള ബഹുമാന്യനായ പണ്ഡിതൻ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ സുന്നത്തർത്ഥവും പ്രാധാന്യവും എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് വളരെ മുമ്പ് എഴുതിയിട്ടുള്ളതാണ് എന്ന് വാദമെങ്കിൽ, വളരെ മുമ്പ് എഴുതുകയും ഇപ്പോൾ കൂടെ യാത്ര ചെയ്യുകയും ചെയ്യാത്ത ചില ആളുകളെ മർക്കസ് ദഅവയുടെ പക്ഷം ചേർത്ത് ആരോപണം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് ഈ 3 സംഘങ്ങൾ രംഗത്ത് വരാറുണ്ട് എന്നതും കൂട്ടത്തിലെടുത്തു വായിക്കേണ്ടതാണ്. വിശദീകരണങ്ങൾ ഓരോന്ന് നിർവഹിച്ച് വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക തിരിച്ചര്യയുടെയും അധ്യാപനങ്ങളും പ്രമാണങ്ങളും ഉദ്ധരിച്ച് അതിൻ്റെ അവസാനത്തെ പേജിൽ 54-ാമത്തെ പേജിൽ, 55 പേജാണ് ഇതിനുള്ളത്, 54-ാമത്തെ പേജിൽ ബഹുമാന്യനായ കുഞ്ഞി മുഹമ്മദ് പറപ്പൂർ മദനി പറയുന്നു, ചുരുക്കത്തിൽ സുന്നത്ത് എന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമാണ്. ഇസ്ലാമിലെ 2ാം പ്രമാണമാണ്. അള്ളാഹു മനുഷ്യന് തൃപ്തിപ്പെട്ട് അംഗീകരിച്ചു തന്ന ജീവിതത്തിൻ്റെ വിശദാംശങ്ങളാണ് അതിലുള്ളത്. 2ാം പ്രമാണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യ എന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ്. എന്നാൽ പിൻകാലത്ത് രംഗത്ത് വന്നിട്ടുള്ള ചില ആളുകൾ അവരെവിടെയാണോ ഉണ്ടായിരുന്നത് അവിടുന്ന് കടമെടുത്തിട്ടുള്ള ചില ആദർശങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് പ്രമാണങ്ങളുടെ മുൻഗണനാക്രമവും ക്രമീകരണവും തെറ്റി അവതരിപ്പിക്കാൻ തുടങ്ങിയത്.
ഇസ്ലാമിലെ പ്രമാണങ്ങൾ ഖുർആനും സുന്നത്തുമാണ് എന്ന് പറഞ്ഞു. ഒരു വാഹനത്തിൻ്റെ മുൻചക്രവും പിൻചക്രവും അനിവാര്യമാണ്. പക്ഷേ മുന്നിലെ ചക്രം തിരിഞ്ഞാൽ മാത്രമേ പിറകിലെ ചക്രം തിരിഞ്ഞതുകൊണ്ട് ഗുണമുള്ളൂ. പിറകിലേറ്റവും പുതിയതാണ് എന്നതുകൊണ്ട് കാര്യമില്ല, മുന്നിൽ ഏറ്റവും പുതിയതാണ് എന്നതുകൊണ്ടും കാര്യമില്ല. മറിച്ച് രണ്ടും പരസ്പരമായ സമന്വയത്തിലൂടെ പോകുമ്പോഴാണ് ആ വാഹനം മുന്നോട്ട് പോകുന്നത്. ഖുർആനിന് അപ്രമാദിത്വം കൊടുക്കുകയും പ്രവാചകന്റെ തിരുചര്യയെ, ഹദീസിനെ നിശംസിക്കുകയും ചുരുക്കി കാണിക്കുകയും ചെയ്യുകയല്ല, മറിച്ച് വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ ഒന്നാം പ്രമാണം വിശുദ്ധ ഖുർആനും രണ്ടാം പ്രമാണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയുമാണ്, സുന്നത്തുമാണ് എന്നത് ഇസ്ലാഹി പ്രസ്ഥാനം അന്നു മുതൽ ഇന്നുവരെ കേരളത്തിലെ ജനങ്ങളോട് പ്രബോധനം ചെയ്യുന്ന വിഷയമാണ്. ഇനി ഇജ്മാ ഖിയാസ് എന്നത്, ഇജ്മാഉം ഖിയാസും അത് ഉപപ്രമാണമാണ്. ഇജ്മാഇൽ ഉള്ളൊരു കാര്യം സ്വീകരിക്കുക അത് ഖുർആനിനും സുന്നത്തിനും എതിരാണെങ്കിലും എന്ന് പറയുന്നൊരു രീതിയില്ല. ഇജ്മാഉം ഖിയാസും ഉപപ്രമാണമാണ്. ഉപപ്രമാണം എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായ പ്രമാണത്തിൽ അതിനാവശ്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കണം. വിവിധ കാലങ്ങളിൽ രംഗത്ത് വരുന്ന അഭിപ്രായങ്ങളെയും വിശകലനങ്ങളെയും അപഗ്രഥന വിധേയമാക്കി പണ്ഡിതന്മാർ ഏകോപിച്ചെടുക്കുന്ന തീരുമാനമാണ് ഇജ്മാ എന്ന് പറയുന്നത്. എത്ര പണ്ഡിതന്മാർ ചേരണം, ഏതൊക്കെ പ്രദേശത്തെ പണ്ഡിതന്മാർ ചേരണം, എങ്ങനെയാണ് ചേർന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുക, ഈ വിഷയത്തിൽ മുസ്ലിം ലോകത്തിൽ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായി ഉണ്ട്. ഖിയാസ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാന മൂല്യങ്ങളെ, അടിസ്ഥാന ആശയങ്ങളെ അവലംബിച്ചുകൊണ്ട് നിലവിലുള്ള പ്രശ്നങ്ങളെ വിശകലന വിധേയമാക്കി താദാത്മ്യപ്പെടുത്തുന്നതിനാണ് ഖിയാസ് എന്ന് പറയുന്നത്. ഒന്ന് ഖുർആൻ, രണ്ട് പ്രവാചകന്റെ തിരുചര്യ, ഇവ പ്രമാണവും ഇജ്മാ ഖിയാസ് എന്ന് പറയുന്നത് ഉപപ്രമാണവുമാണ്. ഈ വിഷയ സംബന്ധമായി എന്താണ് അതിന് തെളിവ് എന്നത് നാളിതുവരെ ഇസ്ലാഹി പ്രസ്ഥാനം കൃത്യമായി പരിചയപ്പെടുത്തിയ വചനമാണ്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചിട്ടുള്ള ചോദ്യം, ആ ചോദ്യത്തിന് മുആദ് റളിയല്ലാഹു അൻഹു നൽകിയിട്ടുള്ള മറുപടിയും, വിശുദ്ധ ഖുർആൻ നീ എങ്ങനെയായിരിക്കണം ഒരു കാര്യത്തിൽ വിധി പ്രസ്താവിക്കേണ്ടത് എന്നതിന് അള്ളാഹുവിന്റെ കിതാബിലാണ് ആദ്യമായി ഞാൻ പരിശോധിക്കുക. വഇല്ലം തജിദുഹു ഫീ കിതാബില്ലാ, വിശുദ്ധ ഖുർആനിൽ അത് കാണുന്നില്ല എങ്കിൽ സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയിലാണ്. അതിലും കാണുന്നില്ല എങ്കിൽ എൻ്റെ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് ഖുർആനിനെയും സുന്നത്തിനെയും അവലംബിച്ച് ഞാനൊരു തീരുമാനത്തിൽ എത്തിച്ചേരും എന്നത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞയച്ചിട്ടുള്ള ദൂതനായ അങ്ങേക്ക് എല്ലാവിധ ആശീർവാദങ്ങളും നേരുന്നു എന്ന് പറഞ്ഞാണ് മഹാനായ പ്രവാചകൻ ആ വചനത്തെ അവസാനിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഒന്നാം പ്രമാണമായി വരുന്നത്? വിശുദ്ധ ഖുർആൻ ഒന്നാം പ്രമാണമായി വരുന്നത് വിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അതിൻ്റെ അക്ഷരങ്ങളിലോ അതിൻ്റെ ക്രമീകരണങ്ങളിലോ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഏതു സംവിധാനങ്ങളിലും ബാത്തിൽ കടന്നു വരുന്നില്ല. അത് നമുക്കറിയാവുന്നതാണ്. നിദാന ശാസ്ത്രം വിശുദ്ധ ഖുർആനിന് ആവശ്യമില്ല. ഏതു ശരി ഏത് തെറ്റ് എന്നും ഏത് തരത്തിലാണ് ചരിത്രപരമായി വസ്തുതയുള്ളത്, ഏതു തരത്തിലാണ് അതിന് ചരിത്രപരമായി പിൻബലമുള്ളത് എന്ന വിശകലനം വിശുദ്ധ ഖുർആനിന് ആവശ്യമില്ല. സമ്പൂർണമായും വിശുദ്ധ ഖുർആനിനെ സ്വീകരിക്കേണ്ടതുണ്ട്. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ നിർബാധം, നിസ്സങ്കോചം സമ്പൂർണമായി സ്വീകരിക്കേണ്ടതാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആനിൽ മൗദൂ നിർമ്മിച്ചുണ്ടാക്കിയിട്ടുള്ളത്, ഖുർആനിൽ സ്വഹീഹ് സത്യസന്ധമായിട്ടുള്ളത്, ശരിയായിട്ടുള്ളത്, വസ്തുതാപരമായിട്ടുള്ളത്, ലഈഫ് ദുർബലമായിട്ടുള്ളത്, വിധി ദുർബലമായി പരിഗണിക്കാവുന്നത് എന്ന വേർതിരിവില്ല. പ്രവാചകന്റെ ഹദീസിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് കടന്നു വരാൻ കാണുന്നു. അത് പ്രവാചകന്റെ ഹദീസായി പിൻകാലഘട്ടത്തിൽ എഴുതി രേഖപ്പെടുത്തിയത് കൊണ്ടാണ് അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വളരെ ശക്തമായ രീതിയിൽ കടന്നു വന്നിട്ടുള്ളത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന് തത്തുല്യമായി പ്രവാചക ചര്യയെ, സുന്നത്തിനെ സ്വീകരിക്കുമ്പോൾ ആ സ്വീകരിക്കുന്നിടത്ത് നിദാന ശാസ്ത്രങ്ങൾ കടന്നു വരുന്നത് എന്നത്
കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് തന്നെ പറയട്ടെ. കാരണം തങ്ങൾ ഹദീസ് നിർമ്മിക്കാറുണ്ടെന്ന് ചിലർ തുറന്നു പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തുകളും അധ്യായങ്ങളും ശ്രേഷ്ഠതകൾ വിവരിക്കാൻ താൻ ഒട്ടേറെ ഹദീസുകൾ നിർമ്മിച്ചതായി അബൂ ഇസ്മാൻ ഹുബ്ബിനു അബി മറിയം അവകാശപ്പെട്ടിട്ടുണ്ട്. ചിലരെന്നോ മരിച്ചുപോയവരിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കുകയും തള്ളിക്കളയാൻ എളുപ്പമായി പരിഗണിക്കുകയും ചെയ്തു. തള്ളിക്കളയാൻ എളുപ്പമായി മഅമൂൻ ഇബ്നു അഹമ്മദ് സുഹ്റവർദി എന്ന ആൾ ഹാഫിള് ഇബ്നു ഹിബ്ബാനോട് എനിക്കെന്റെ ഗുരുവായ ഹിഷാം ഇബ്നു അമ്മാർ പഠിപ്പിച്ചു തന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഹദീസുകൾ ഉദ്ധരിച്ചത് കാണാൻ കഴിയും. ഇബ്നു ഹിബ്ബാൻ ചോദിച്ചു, നിങ്ങൾ എന്നാണ് ഗുരുവായ ഹിഷാമിനെ കണ്ടത്? അയാൾ പറഞ്ഞു, ഹിജ്റ 250 സിറിയയിൽ വെച്ച്, യഥാർത്ഥത്തിൽ സിറിയയിൽ വെച്ചിട്ടാണ് കണ്ടത്. യഥാർത്ഥത്തിൽ ഹിജ്റ 245 കൊല്ലം ഹിഷാം മരിച്ചിട്ടുണ്ടല്ലോ. 245 മരിച്ചിട്ടുള്ള ഉസ്താദിനെ 250 സിറിയയിൽ വെച്ചിട്ടാണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ ഹദീസ് എന്ന പേരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത് മർക്കസുദ്ദഅവക്കാരുടെ വാദമല്ല. മർക്കസുദ്ദഅവയ്ക്ക് ഈ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ട് എന്നതല്ല. മറിച്ച് വൈസ് പ്രസിഡന്റായി പണ്ഡിത സഭയുടെ പ്രധാനപ്പെട്ട വ്യക്തിത്വമായി പരിഗണിക്കുന്ന അദ്ദേഹം രേഖപ്പെടുത്തിയത് എന്തുകൊണ്ട് ഹദീസ് നിദാന ശാസ്ത്രം കടന്നു വരുന്നു എന്ന വിഷയമാണ്. അഥവാ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം ലാ യഅ്തീഹിൽ ബാത്തിൽ മിൻ ബൈന യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലുൻ മിൻ ഹകീമിൻ ഹമീദ്. സ്തുത്യർഹനായിട്ടുള്ള യുക്തിഭദ്രതയുള്ള പടച്ചതമ്പുരാനിൽ നിന്ന് അവതീർണമായിട്ടുള്ള ഈ വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു തലത്തിൽ മുന്നിൽ നിന്നോ പിറകിൽ നിന്നോ അതിലേക്ക് ബാത്തിലായൊരു കാര്യം കടന്നു വരികയില്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് പ്രവാചകന്റെ മരണത്തോടുകൂടി ക്രോഡീകരിക്കപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യവുമാണ്. പക്ഷേ വിശുദ്ധ ഖുർആനിനെ പോലെ തന്നെയാണ് ഹദീസിനെയും പരിഗണിക്കേണ്ടത് എന്ന് പറയുമ്പോൾ തീർച്ചയായും അഭിപ്രായങ്ങൾ വൈരുദ്ധ്യമുള്ളതായി വരും. വിശുദ്ധ ഖുർആനിനെ പോലെ തന്നെ വിശുദ്ധ ഖുർആനിനെ രേഖപ്പെടുത്തിയതുപോലെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഹദീസ് എന്ന കാര്യവും പിന്നീട് വാദത്തിന് വേണ്ടി വിശദീകരിക്കേണ്ടി വരും. ഒരു ക്ലിപ്പിംഗ് നിങ്ങൾക്ക് കേൾക്കാം. എന്നാണ് ഖുർആനുള്ളത് എഴുതി വെച്ചത് അതേ ആളുകൾ തന്നെ ഹദീസ് എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണേ, എവിടെന്നാണ് ഇത് ടിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് തിരിയണം. എന്നാണ് ഖുർആനുള്ളത് എഴുതി വെച്ചത് അതേ ആളുകൾ തന്നെ ഹദീസ് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ കേട്ടത്? എന്നാണോ ഖുർആൻ എഴുതി വെച്ചിട്ടുള്ളത് അതേ സമയത്ത് തന്നെ ഹദീസും എഴുതി വെച്ചിട്ടുണ്ട് എന്നതാണ്. ഇത് പറയുന്നത് അബ്ദുൽ മാലിക് സലഫിയാണ്. അബ്ദുൽ മാലിക് സലഫി വൈസ് പ്രസിഡന്റിന്റെ താഴെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. സംഘടനാപരമായുള്ള ശ്രേണി അനുസരിച്ചുകൊണ്ട് അദ്ദേഹം താഴെ നിൽക്കണം. താഴെയായിരുന്നാലും മുകളിലായിരുന്നാലും ശരി. ബഹുമാനനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് അദ്ദേഹത്തിനെതിരെ പറയുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വചനങ്ങൾ അതേപോലെയും റസൂലിന്റെ പ്രവൃത്തികളും അംഗീകാരങ്ങളും അവിടുത്തെ സന്നിധരായിരുന്ന സഹാബത്തിന്റെ വചനങ്ങളിലൂടെയും ഉദ്ധരിക്കപ്പെട്ട കാര്യങ്ങളാണല്ലോ സുന്നത്ത് എന്ന് പറയുന്നത്. ഖുർആനിനെ പോലെ ഇവ തത്സമയം എഴുതി വെക്കപ്പെടുകയോ നാവുകളിൽ കൂടി പാരായണം ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. ഖുർആനിനെ പോലെ നബിചര്യ എഴുതി വെക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് എന്ന ഹദീസും ഉദ്ധരിക്കുന്നുണ്ട്. കുഞ്ഞു മുഹമ്മദ് പറപ്പൂർ മദനി മിനിമം ടിക്കറ്റ് എടുത്താൽ പോയാൽ കിട്ടും. അദ്ദേഹം പറയുന്നു ഖുർആനിനെ പോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ പോലെ തന്നെ ഹദീസ് എഴുതി വെച്ചിട്ടില്ല എന്ന്. ഹദീസ് എഴുതി വെക്കുകയും ഹദീസ് രേഖപ്പെടുത്തുകയും ഹദീസ് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് വാദിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ പ്രമാണങ്ങളിൽ തിരിമറി നടത്താൻ പറ്റുകയുള്ളൂ. ഹദീസ് തെറ്റാണെങ്കിൽ ഖുർആനും തെറ്റാണ് എന്ന് പറയുന്ന അപകടകരമായ വാദമാണ് വിസ്ഡം ഗ്രൂപ്പിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. അത് വിസ്ഡം ഗ്രൂപ്പിന്റെ അഭിപ്രായമാണോ അല്ലയോ എന്ന് പറയേണ്ടത് ഔദ്യോഗികമായ പണ്ഡിത സഭയിൽപ്പെട്ട ആളുകളാണ്. ആ പണ്ഡിത സഭയിലെ ആളുകൾ രണ്ടഭിപ്രായം പറയുമ്പോൾ ഇത് കേൾക്കുന്ന സാമാന്യ ജനം ഏതഭിപ്രായത്തെയാണ് സ്വീകരിക്കേണ്ടത്? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ പ്രമാണത്തിൽ വേർതിരിവുകൾ നടത്തിയത്? അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ തിരിച്ചടിയും ഒന്നാമത്തെ പ്രമാണമായി ആദ്യ പ്രമാണമായി വിശദീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ ഒളിച്ചു കടത്താൻ വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് ശേഷമുള്ള സംസാരത്തിൽ ആ ഭാഗം വരും. കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് അദ്ദേഹത്തിന്റെ 26-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ലാ തക്തുബു അന്നി ശൈഅൻ ഗൈറൽ ഖുർആൻ എന്ന് പറയുന്ന
ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, ഒരു ഹദീസിനെ മറ്റേതെങ്കിലും പണ്ഡിതന്മാർ നിരൂപണ വിധേയമാക്കിയാൽ, വിശകലന വിധേയമാക്കിയാൽ, അതിൽ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ ഇന്ന രീതിയിലാണ്, ഇന്ന പ്രശ്നങ്ങൾ അവിടെയുണ്ട്, റാവിയുടെ പ്രശ്നങ്ങളുണ്ട്, മത്തിനിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ചില ആളുകൾ ചേകനൂരിസത്തിന്റെ ടാഗുമായി നടക്കുകയാണ്, നിങ്ങൾ ഹദീസ് നിഷേധികളാണ് എന്ന് പറയാൻ. എങ്കിൽ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും സ്വഹീഹായി പരിഗണിക്കപ്പെടുന്ന ഇമാം ബുഖാരിയുടെ ഗ്രന്ഥമായ സഹീഹുൽ ബുഖാരിയെ നിങ്ങൾ ഈ ടാഗ് ആദ്യമായി കൊണ്ടുപോയി ചാർത്തി കൊടുക്കണം. ഒന്നാമത്തെ ചേകനൂരിയായി നിങ്ങൾ പരിചയപ്പെടുത്തേണ്ടത് ഇമാം ബുഖാരിയെ ആണ്. എന്തുകൊണ്ട്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, എന്നിൽ നിന്ന് ഖുർആൻ അല്ലാതെ നിങ്ങളൊന്നും എഴുതരുത് എന്ന ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന അബൂ സഈദ് അൽ ഖുദരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ദുർബലമാണ്. ഇമാം മുസ്ലിം എന്തുകൊണ്ടാണ് ആ വിഷയം ഉദ്ധരിച്ചത് എന്ന് എനിക്കറിയില്ല എന്ന് ആരാ പറഞ്ഞ്? ഇമാം ബുഖാരി ഇമാം മുസ്ലിമിനെ നഖദ് ചെയ്യുന്നു, നിരൂപണം നടത്തുന്നു. എങ്കിൽ ആ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം ബുഖാരി ആ ഹദീസിനെതിരായി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചില ഹദീസുകൾക്കെതിരായും ചില ഹദീസുകൾക്ക് അനുകൂലമായും അഭിപ്രായങ്ങൾ പറയുമ്പോൾ ആ അഭിപ്രായത്തെയാണ് ഹദീസ് നിഷേധമായി നിങ്ങൾ പരിഗണിക്കുന്നത് എങ്കിൽ, ചേകനൂരിസത്തിലേക്കുള്ള പോക്കായി നിങ്ങൾ പരിഗണിക്കുന്നുവെങ്കിൽ ആദ്യമായി നിങ്ങൾ പരിഗണിക്കേണ്ടത് ഇമാം ബുഖാരിയെ ആയിരിക്കും, പിന്നീട് നിങ്ങൾ പരിഗണിക്കേണ്ടത് ഇമാം മുസ്ലിമിനെ ആയിരിക്കും, പിന്നീട് ആരെയാണ് പരിഗണിക്കേണ്ടത് എന്ന് ബഹുമാന്യനായ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു തരും. ലോകത്ത് സ്വഹീഹ് ബുഖാരി വിമർശിക്കപ്പെട്ടിട്ടുണ്ട് പല കാലത്തും. അതിന് ഒന്നാമതായി പരാമർശിക്കപ്പെട്ട ദാറഖുത്നിയിലൂടെയാണ്. ദാറഖുത്നി എന്നുള്ളത് ഇമാം ബുഖാരിയോളം എത്തുന്ന ഒരു പണ്ഡിതനാണ്. ബുഖാരിയെ പോലെ തന്നെ ഹദീസ് ക്രോഡീകരണ രംഗത്ത് ധാരാളം സേവനങ്ങൾ ചെയ്ത ഒരു മഹാപണ്ഡിതൻ. അദ്ദേഹത്തിന് ഹദീസ് ശേഖരം പ്രത്യേകമായ കിതാബുണ്ട്, സുനനുദ് ദാറഖുത്നി എന്ന പേരിൽ. അപ്പൊ ഇമാം ബുഖാരിയുടെ കിടയൊത്ത അദ്ദേഹത്തിന്റെ അതേ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മഹാനായ പണ്ഡിതനാണ് ദാറഖുത്നി. ഇത് ദാറഖുത്നി സ്വഹീഹ് ബുഖാരിയിലെ 110 ഹദീസുകൾക്കാണ് വിമർശനം പറഞ്ഞത്. സലാം സുലമി എത്ര ഹദീസിനാ വിമർശനം പറഞ്ഞേ? എത്രയാണ് എന്നതല്ല, ഇമാം ദാറഖുത്നി 120ഓളം ഹദീസുകൾക്ക്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾക്ക് വിമർശനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് മർക്കസു ദഅവക്കാരല്ല. ഒരേ റൂട്ടിൽ സഞ്ചരിച്ചാൽ എത്തുന്ന രണ്ടാളെയാണ് ഇവിടെ ഉദ്ധരിച്ചത്. വേങ്ങരക്കുള്ള ബസ് കയറിയാൽ ഈ രണ്ട് സ്ഥലത്തും പോയി ഇറങ്ങാം. അങ്ങനെയെങ്കിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് അതിലൊരു ന്യായം കൂടി ചേർത്തിരിക്കുന്നു. ഇമാം ബുഖാരിയോട് തത്തുല്യമായ യോഗ്യതയുള്ള ഒരാള് ആയ ദാറഖുത്നി 120 ഹദീസുകളെ വിശകലനം ചെയ്തിട്ടുണ്ട് എന്ന്. നിങ്ങൾ ഇമാം ബുഖാരിയോട് തത്തുല്യമായ പണ്ഡിതനാ ആണോ? ബുധനാഴ്ചയും വ്യാഴാഴ്ചയും രംഗത്ത് വരുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാർ ഇമാം ബുഖാരിയോട് തത്തുല്യമായ പണ്ഡിതരാണോ? ഈ തത്തുല്യരായ പണ്ഡിതന്മാർക്ക് നിരൂപണം നടത്താമെന്നാണോ? അങ്ങനെയാണെങ്കിൽ നിരൂപണത്തിന് പണ്ഡിതന്മാരുടെ ശ്രേഷ്ഠതയും പണ്ഡിതന്മാർക്കുണ്ടായിരിക്കേണ്ട അശ്രാത്തും ഫ്രൂഴിയാത്തും ഒന്ന് പ്രസിദ്ധീകരിക്കുക. എന്നിട്ട് ആർക്കൊക്കെയാണ് ബുഖാരിയുടെ ഹദീസിനെ അല്ലെങ്കിൽ പ്രവാചകന്റെ പേരിൽ ഉന്നയിക്കപ്പെട്ട ഹദീസുകളെ വിശകലനം ചെയ്യാൻ കഴിയാതിരിക്കുക എന്ന കാര്യം. എന്നിട്ട് ഈ വിഷയം ദാറഖുത്നി അദ്ദേഹത്തിന്റെ സുനനിൽ വളരെ വ്യക്തമായി ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയത് നിലനിൽക്കുന്നത് കൊണ്ടും അടുക്കി വെക്കുന്ന ഗ്രന്ഥങ്ങളിൽ ദാറഖുത്നിയുടെ ഗ്രന്ഥമുള്ളത് കൊണ്ടും നിഷേധിക്കാൻ കഴിയില്ല. എന്നാലോ ചേകനൂരിസത്തിന്റെയും ഹദീസ് നിഷേധത്തിന്റെയും ടാഗുകൾ മർക്കസു ദഅവ എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനത്തിൽ ചാർത്തിക്കൊടുത്തിട്ടില്ല എങ്കിൽ നിലനിൽപ്പ് ഇവിടെ മാത്രമല്ല, സലഫിയത്താണോ ഇസ്ലാഹിയത്താണോ തീരുമാനിക്കപ്പെടേണ്ടത് എന്ന വിഷയത്തിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കടന്നു വന്നിട്ടില്ലേ? മൊറയൂരിൽ നിന്നും മരിമ്പ്രയിൽ നിന്നും കുറേ ദൂരം യാത്ര ചെയ്ത് മലകൾ കയറിയിറങ്ങിയ ഒരു സ്ഥലത്തുനിന്ന് അഭിപ്രായം പുറത്തേക്ക് വന്നാൽ നാട്ടുകാരറിയില്ല എന്ന് വിചാരിക്കേണ്ടതില്ല. മറിച്ച് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഇവിടെ എന്തുകൊണ്ട് എന്നതിനേക്കാൾ കൂടുതൽ ഇമാം ബുഖാരിയുടെ ഹദീസിനെ ദാറഖുത്നി വിമർശിക്കുന്ന സമയത്ത് നിരൂപണം ചെയ്യുമ്പോൾ, വിശകലനം ചെയ്യുമ്പോൾ അത് മെല്ലെ ഇങ്ങ് ഒപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ടോ ഇപ്പുറത്ത്
വേറെ ആരെങ്കിലുമൊക്കെയാണ് എങ്കിൽ അത് വഴി വേറെയാണ് എന്നാണ് രേഖപ്പെടുത്തുന്നത്. അതുകൂടി കേട്ടോളൂ. റഷീദുള്ള യഥാർത്ഥത്തിൽ ശരിയായ അഖിലാനി ചിന്തയിൽ വളർന്നു വന്ന ഒരാളാണ്. അവിടുന്നാണ് അബ്ദുസ്സലാം സുല്ലമിന്റെ പ്രധാനപ്പെട്ട സ്വാധീനം. റഷീദുള്ള സിഹിർ മാത്രമല്ല, പലതിനെയും ആ നിലയ്ക്ക് അദ്ദേഹത്തിന് പറ്റാതായപ്പോൾ അദ്ദേഹം അതിനെ ഏതെങ്കിലും നിലയ്ക്ക് പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ട്, അയാൾ തള്ളിയിട്ടുമുണ്ട്. അത് ശരിയാണ്, അത് ഒരു പ്രമാണമായി എടുക്കാവുന്ന ഒരു ഭാഗമല്ലതാണ്. ശ്രീവരപ്പ അടുത്തൊരു 100-300 കൊല്ലം മുമ്പ് ജീവിച്ചു പോയ ഒരാളാണ്. അതിൽ ഒരു തഫ്സീറുണ്ട്, തഫ്സീറുൽ മനാർ. അതിൽ നിന്നാണ് അൽമനാർ എന്ന പേര് നമ്മൾ സ്വീകരിച്ചത്. ആ സ്വാധീനം നമുക്ക് കുറച്ചു കാലം ഉണ്ടായിട്ടുണ്ട്, അതാണ് സത്യം. റഷീദുദ്ദീനയുടെയും ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും ചില അഭിപ്രായങ്ങൾ കടന്നു വന്നതിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ പഴയ കാലത്ത് ഇങ്ങനൊരു അഭിപ്രായം കടന്നു വന്നിട്ടുള്ളത് എന്നതാണ്. ആ സ്കൂൾ ഓഫ് തോട്ടിൽ നിന്ന്, റഷീദുദ്ദീനയുടെയും ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും സ്കൂൾ ഓഫ് തോട്ടിൽ നിന്ന് പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് സലാം സുല്ലമി എന്നതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്ന് കൂട്ടത്തിൽ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. ഈ അഭിപ്രായം കടന്നു വരുന്നത് സലാം സുല്ലമിയുടെ പേരിലാണെങ്കിൽ ശരി, അവിടെ നിൽക്കട്ടെ. ബഹുമാന്യനായ കെ പി മുഹമ്മദ് മൗലവി അദ്ദേഹത്തിന്റെ അത്തവസ്സുൽ എന്ന് പറയുന്ന പുസ്തകത്തിലെ പേജ് 82 ഭാഗത്ത് ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഹദീസിന്റെ റിപ്പോർട്ടർമാർ എത്ര പരിശുദ്ധരും സത്യസന്ധരുമായിരുന്നാലും അതിലെ ആശയം ഖുർആനിന്റെ വ്യക്തമായ പ്രസ്താവനയ്ക്കെതിരായി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് പറയോ? അല്ലല്ലോ. വിശുദ്ധ ഖുർആനിന്റെ നസ്സായ പ്രസ്താവനയ്ക്കെതിരായി വരുമ്പോൾ അതിന്റെ റാവിയുടെ റിപ്പോർട്ടിൽ, അതിന്റെ മത്തുനിൽ ആ ഭാഗങ്ങൾ നിങ്ങൾ കാണുന്ന സമയത്ത് എതിരായി വരുമ്പോൾ ആ ഹദീസ് തള്ളിക്കളയണമെന്ന കാര്യത്തിൽ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇനി റിപ്പോർട്ടർമാർ അറിയപ്പെടുന്നവരും അവിശ്വസനീയവരുമാണെങ്കിൽ അത് ഒരു ഹദീസ് എന്ന പേരിന് പോലും അർഹമാവുകയില്ല എന്ന് അൽമനാർ എന്ന് പറയുന്ന പേര് എവിടെ നിന്നാണോ എടുത്തിട്ടുള്ളത് ആ എടുക്കുന്നതിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ബഹുമാനനായ കെ പി മുഹമ്മദ് മൗലവി തവസ്സുൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നു. ആ തവസ്സുൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ മാത്രമല്ല, ഹദീസ് നിരൂപണവുമായി ബന്ധപ്പെടുത്തി ഇസ്ലാമിക ലോകത്ത് എത്രയെത്ര ഗ്രന്ഥങ്ങളാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇമാം മാലിക്കിന്റെ മുബത്ത വിഷയത്തിൽ നമുക്ക് പരിഗണിക്കാൻ കഴിയുന്ന പുസ്തകമാണ്. ഇമാം ജൗസി അദ്ദേഹത്തിന്റെ കിതാബിൽ മൗദൂആത്ത് നിർമ്മത ഹദീസുകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിശകലനമാണ്. അതേപോലെ തന്നെ അൽ മുഗ്നി ഫി ഹിഫ്ളി വൽ കിതാബ് എന്ന ഇമാം മൗസുലിയുടെ പുസ്തകം, തദ്കിറത്തുൽ മൗദൂആത്തി എന്ന പുസ്തകം ഇബ്നു താഹിറുൽ മഖ്ദസിയുടെ, അല്ലാഇ അൽ മസ്നൂഅ ഫിൽ അഹാദീസിൽ മൗദൂഅ ജലാലുദ്ദീൻ സുയൂത്തിയുടെ പുസ്തകം, നാസറുദ്ദീൻ അൽബാനിയുടെ ഹദീസിന്റെ ലഈഫിനെയും സ്വഹീഹിനെയും സംബന്ധിച്ചിട്ടുള്ള പുസ്തകം, അൽ മുഹദ്ദിസുൽ ഫാദിൽ ബൈനർ റാവി വൽ വാഇ എന്ന് പറയുന്ന ഇമാം ബുഖാരിയുടെ കാലഘട്ടത്തിൽ തന്നെ ജനിച്ചിട്ടുള്ള ഖാദി അബൂ മുഹമ്മദ് ഹസൻ ബിൻ അബ്ദുൽ റഹ്മാൻ ബിൻ ബലാഗ് എന്ന് പറയുന്ന വ്യക്തി പണ്ഡിതന്റെ പുസ്തകം, ഇമാം ദാറഖുത്നിയുടെ പുസ്തകം, ഇമാം ഇബ്നു ബാസിന്റെ പുസ്തകം, എത്ര എണ്ണമറ്റ പുസ്തകങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ പ്രവാചകൻ തിരുചര്യയുടെ ഹദീസുകളുടെ ബലാബലത്തെ, നിദാന ശാസ്ത്രത്തെ അവലംബിച്ചുകൊണ്ടുള്ള രേഖയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാന്യനായ പിതാമഹൻ മുഹമ്മദ് അമാനി മൗലവി, ഡോക്ടർ മുസ്തഫ സബായിയുടെ വിശുദ്ധ ഖുർആൻ നബിശരിയും ഇസ്ലാമിക ശരിയാത്തിൽ അതിന്റെ സ്ഥാനവും എന്ന് പറയുന്ന ബൃഹത്തായ ഒരു പുസ്തകം അതിന്റെ മുസ്തഫ സബായിയുടെ പുസ്തകത്തിന്റെ ട്രാൻസ്ലേഷനായി പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്. കേരള നദുവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരണ വിഭാഗമാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇസ്ലാഹി കേരളത്തിലെയും തുടർന്നുള്ള ഓരോ പ്രബോധന പ്രവർത്തനങ്ങളിലും ഹദീസുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ വിഷയ സംബന്ധമായി ദീർഘമായ പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അഥവാ വിശുദ്ധ ഖുർആനിനെ പോലെ തന്നെ മുന്നിലും പിന്നിലും പിറകിലും മറ്റു വശങ്ങളിലും ഒരു തരത്തിലും തെറ്റുകൾ വരാതെ പൂർണ്ണമായും ക്രോഡീകരിക്കപ്പെട്ട രീതിയിൽ ക്രോഡീകരിച്ചിട്ടുള്ളതല്ല യഥാർത്ഥത്തിൽ ഹദീസുകൾ എന്ന് പറയുന്നത്. എന്നാൽ സ്വഹീഹായി വരുന്ന ഹദീസുകൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയും ആ സ്വഹീഹുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി നിൽക്കുകയും ചെയ്യുന്ന ഗ്രന്ഥങ്ങളിൽപ്പെട്ടതാണ് ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയും അതേപോലെ തന്നെ ഇമാം മുസ്ലിമിന്റെ സ്വഹീഹ് മുസ്ലിമും അനുബന്ധമായ മറ്റു പുസ്തകങ്ങളും എന്ന് പറയുന്നത്. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഇമാം ദഹബി ബുഖാരിയുടെ കിതാബുർ റിഖാഖ് എന്ന് പറയുന്ന
ബാബിൽ വന്നിട്ടുള്ള നമുക്കൊക്കെ കേട്ട് പരിചയമുള്ളൊരു ഭാഗമുണ്ട്. അള്ളാഹുവിനെ സ്മരിക്കുകയും അള്ളാഹുവിനെ കൂടുതലായി ഓർക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ അവന്റെ കൈയായി മാറും, ഞാൻ അവന്റെ കണ്ണായി മാറും എന്ന് പറയുന്നൊരു ഹദീസുണ്ട്. ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഇമാം ദഹബി പറയുന്നത് ഹാദാ ഹദീസുൻ ഗരീബുൻ ജിദ്ദൻ എന്നതാണ്. വളരെ അപൂർവമായിട്ടുള്ള ഹദീസുകളിൽപ്പെട്ട ഒരു ഹദീസാണ് ഈ ഭാഗം എന്ന് രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഞാൻ സൂചിപ്പിക്കുന്നത് സമയത്തിന്റെ പരിമിതി കൊണ്ട് ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇബ്നു ഹജറുൽ അസ്ഖലാനി സിഹറുമായി ബന്ധപ്പെടുത്തിയ ഹദീസിനെ വിശകലനം ചെയ്യുന്നിടത്ത് ആ ഹദീസിനെ കുറിച്ച് പറഞ്ഞത് അന്തറായിട്ടുള്ള ഹദീസാണ്, അപൂർവമായ ഹദീസുകളിൽപ്പെട്ട ഒരു ഹദീസായിട്ടാണ് ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നതാണ്. ഇബ്നു ഹജറുൽ അസ്ഖലാനി പ്രസ്തുത ഹദീസിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തി ഹിഷാം എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി ഹദീസ് റിപ്പോർട്ട് ചെയ്യുക വഴി ഈ ഹദീസ് തദ്ലീസുള്ള ഹദീസാണ് എന്നതാണ്. ഹാദാ ഹുവ തദ്ലീസ്, ഇത് തദ്ലീസായ ഹദീസിൽപ്പെട്ട കാര്യമാണ് എന്നത്. ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് അയ്യുർവി അമ്മൻ ആസുറഹു മാ ലം യസ്മഅ മിൻഹു യുവഹിമു മാ സമ്മഅഹു. തൊട്ടു മുമ്പിലുള്ള കാലത്ത് ജീവിച്ചിട്ടുള്ള ഒരാൾ അയാളിൽ നിന്ന് കേട്ടു എന്ന് പറയുന്ന രീതിയിൽ അവതരിപ്പിച്ച് ഒരു തരത്തിൽ കോട്ടിമാട്ടലുകൾ നടത്തിയിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഹദീസാണ് ഈ ഹദീസ് എന്നത് ഇബ്നു ഹജറുൽ അസ്ഖലാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാര്യമായി പ്രവാചകന്റെ തിരുചര്യയെയും വിശുദ്ധ ഖുർആനിനെയും ഒന്നാക്കി തീർക്കുവാനും ഖുർആൻ ഹദീസ് ശരിയാണെങ്കിൽ ഖുർആനും ശരിയാണ് എന്ന തകിടം മറിഞ്ഞ പ്രമാണങ്ങൾ കൊണ്ടുവരാനും തയ്യാറാകുന്നത് കേരളക്കരയിൽ മനഹജു സലഫ് കൊണ്ടുവരാനും ആ മനഹജു സലഫിലൂടെ സിഹിറിനെ പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരാനും കണ്ണേറ് ഉറുക്ക് പോലെയുള്ള സംഗതികൾക്ക് വിവിധ തരത്തിലുള്ള കേന്ദ്രങ്ങൾ കൊണ്ടുവരാനും വേണ്ടിയാണ്. ഇതാരോപണമല്ല. വയനാട് എന്ന് പറയുന്ന പ്രദേശത്തെ കുട്ടമംഗലത്തേക്ക് നിങ്ങൾ പോവുക, അവിടെ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. പാണ്ടിക്കാട് അയനിക്കോട് എന്ന് പറയുന്ന പ്രദേശത്ത് എന്ത് സംഭവിച്ചു എന്ന കാര്യം കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ടെക്നോ പാർക്ക് എറണാകുളത്ത് എന്ത് സംഭവിച്ചു എന്ന കാര്യം പരിശോധനാ വിധേയമാക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അടിച്ചിറക്കുന്ന റുഖയ്യ ശറയ്യ നടത്തുന്ന മന്ത്രതന്ത്രങ്ങൾ നടത്തുന്ന അതിനുവേണ്ടി പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് ഹാജരാക്കിയിട്ട് ഈ പണ്ഡിതന്മാരിലൂടെ ചികിത്സാക്രമങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് കടന്നു വരുന്നത്. അപകടകരമായ രീതിയിലേക്ക് ഇസ്ലാഹി പ്രസ്ഥാനം പുലർത്തിപ്പോന്നിട്ടുള്ള പ്രമാണ പ്രതിബദ്ധതയെ തകിടം മറിച്ചു കളയുകയും എന്നിട്ട് അന്ധവിശ്വാസങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടി പുനരായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യാഥാസ്ഥികന്മാരായ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി ഇമാം നവവി ഈ ഹദീസുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത് സാറ മജ്റൂഹൻ ലാ യുഖബലു ലഹു റിവായതൻ ഫീ ഷൈഇൻ അബദ വഇൻ ബയ്യന സമ്മാഅ എന്നതാണ്. ഒരു കാരണവശാലും ഹിഷാമിന്റെ അഭിപ്രായം സ്വീകരിക്കാനും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ സ്വീകരിക്കാനും പാടില്ല, അവൻ കുറ്റവാളിയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിമിന്റെ മുഖദ്ദിമതയിലെ 58-ാമത്തെ പേജിൽ ഈ വിഷയ സംബന്ധമായി അതിന്റെ നിരൂപണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഷാഫി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ അർറിസാലയിലെ 1-ാം ഭാഗത്തിലെ 378-ാമത്തെ പേജിൽ ഈ വിഷയത്തെ എതിർത്തുകൊണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ ഇബ്നു റാസിയെ പോലെയുള്ള ജസാസിനെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ ഹദീസുമായി ബന്ധപ്പെടുത്തിയിട്ട് തദ്ലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഫുസൂലുൽ ഉസൂൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ 3-ാമത്തെ 183-ാമത്തെ വചനത്തിൽ ഈ ഭാഗം 183-ാമത്തെ പേജിൽ ഈ ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കസുദ്ദഅവക്കാർക്ക് ഹദീസിനോട് ഒരു എതിരഭിപ്രായവും ഈ വിഷയത്തിലില്ല. ഹദീസുകൾ തള്ളേണ്ടതാണ്, ഒഴിവാക്കേണ്ടതാണ്, എതിർക്കപ്പെടേണ്ടതാണ് എന്ന വിശ്വാസമൊന്നും മർക്കസുദ്ദഅവയിൽ ആളുകൾക്കില്ല, ഒരു പണ്ഡിതനും ആ വിഷയത്തിലില്ല. എന്നാൽ മുസ്ലിം ലോകം കൃത്യമായി സ്വീകരിച്ചാചരിച്ചു പോന്നിട്ടുള്ള അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരഭിപ്രായവും ഈ വിഷയ സംബന്ധമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് പറയാനുള്ളത്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള മുസ്തലഹുൽ ഹദീസിന്റെ ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ അഭിപ്രായങ്ങളിൽ കടന്നു വന്നിട്ടുള്ള ആ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഹദീസിന്റെ ബലാബലം പരിശോധിക്കുകയും വിശകലന വിധേയമാക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് നിർവഹിക്കുന്നത്. ഒറ്റ ഭാഗം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. വിശുദ്ധ ഖുർആനിന്റെ പരാമർശങ്ങൾക്ക് വിരുദ്ധമായി ഹദീസിന്റെ പരാമർശങ്ങൾ വരികയില്ല എന്ന് ആവർത്തിച്ചു പറയുന്ന ആളുകൾ
ഭാഗങ്ങളുണ്ട്. അങ്ങനെ വരുന്നുവെങ്കിൽ ആദ്യമായി നിങ്ങൾ തിരുത്തേണ്ടത് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരിനെയാണ്. അദ്ദേഹത്തിന്റെ നേരത്തെ പരാമർശിച്ചിട്ടുള്ള പുസ്തകത്തിൽ സുന്നത്ത് അർത്ഥവും പ്രാധാന്യവും എന്ന് പറയുന്ന പുസ്തകത്തിൽ 41-ാമത്തെ വചനത്തിൽ വിശുദ്ധ ഖുർആനിന്റെ വ്യക്തമായ നിയമങ്ങൾക്ക് വിരുദ്ധമാവുക എന്ന ഹെഡിങ്ങിൽ ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ നിബന്ധനകൾ വിശദീകരിക്കുന്നിടത്ത് വന്നിട്ടുള്ള ഹെഡിങ് ഖുർആനിന്റെ വ്യക്തമായ നിയമങ്ങൾക്കെതിരാവുക എന്നതാണ്. വ്യഭിചാരപുത്രന്റെ 7 തലമുറ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഉദ്ധരിക്കുന്നുണ്ട്. വ്യാജമാണ് ഈ ഹദീസ്. എന്തുകൊണ്ട്? വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെതിരായതുകൊണ്ട്. കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ പറയുമ്പോൾ അത് സ്വീകാര്യവും, ആ വിഷയം തന്നെ പണ്ഡിതന്മാർ പറയുമ്പോഴോ, മർക്കസ് ദഅവയിലെ പണ്ഡിതന്മാർ പറയുമ്പോഴോ ചേകനൂരിസത്തിന്റെ ടാഗ് കെട്ടിയിട്ട് ഹദീസ് നിഷേധികൾ എന്ന് പറയുകയും ചെയ്യുന്നതിന്റെ ഇരട്ടത്താപ്പാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. അഥവാ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്ക് ഹദീസുകൾ എതിരാവുകയില്ല എന്നല്ല പറയേണ്ടത്, മറിച്ച് വിശുദ്ധ ഖുർആനിനോട് സത്യസന്ധമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാൾ വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണമായും ശരിയായിട്ടുള്ളതാണ്. എന്നാൽ തുടർന്ന് വന്നിട്ടുള്ള പ്രവാചകന്റെ തിരുചര്യയിൽ ലഈഫിന്റെ, സ്വഹീഹിന്റെ, മൗദൂഇന്റെ ഭാഗങ്ങളുണ്ട്. അത് പണ്ഡിതന്മാർ നിർദ്ധരിച്ച് തന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ മനസ്സിലാക്കി പോകുന്നതിന് ഒരു തടസ്സവും നേരിടുകയില്ല, മറിച്ച് നിദാന ശാസ്ത്രമനുസരിച്ച് പോകണം എന്നു മാത്രമേയുള്ളൂ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഭാഗം നാം കൃത്യമായി മനസ്സിലാക്കുക. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന, വിശ്വാസിയായ ഒരാൾക്കും വിശ്വാസിനിയായ ഒരാൾക്കും പാടില്ലാത്തതാണ്. ഇദാ ഖലല്ലാഹു വറസൂല, അല്ലാഹുവും അവന്റെ പ്രവാചകനും ഒരു കാര്യം പറഞ്ഞാൽ അംറൻ അയ്യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം, ഒരു സ്വയം തീരുമാനം അവിടെ ഉണ്ടാകാൻ പാടില്ല. പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ വിശകലനങ്ങൾ, ഈ വിഷയങ്ങളൊക്കെയും അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിശകലനങ്ങളാണ്, സ്വാഭിപ്രായം രേഖപ്പെടുത്തിയതല്ല. വമയ്യഅസില്ലാഹ വറസൂല, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും എതിരി നിന്നാൽ ഫഖദ് ളല്ല ളലാലൻ മുബീന, അവൻ വിദൂരമായി വഴികേടിലായിട്ടുണ്ട് എന്നത് ഖുർആൻ 1-ാം പ്രമാണമാണ്, ഹദീസ് 2-ാം പ്രമാണമാണ്, ഇജ്മാഉം ഖിയാസും ഉപപ്രമാണമാണ്. ഇവയിൽ മുസ്ലിം ലോകം സ്വീകരിച്ചാചരിച്ചു പോരുന്ന മര്യാദകൾ, ശുറൂത്തുകൾ, ഫുറൂഇയാത്തുകൾ എന്തൊക്കെയാണോ അത് അതേപോലെ തന്നെ സ്വീകരിച്ച് പൂർവ്വ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളുടെ, പൂർവിക ഇസ്ലാഹി പണ്ഡിതന്മാരുടെ ചര്യയുടെ അതേ അടിസ്ഥാനത്തിൽ തന്നെയാണ് മർക്കസ് ദഅവ മുജാഹിദുകളും പ്രമാണത്തോടുള്ള സമീപനം സ്വീകരിക്കുന്നത്. അതിനോട് സ്വീകരിച്ച സമീപനം തെറ്റാവുകയും അപകടമുണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത് തീർച്ചയായും ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന വിസ്ഡം വിഭാഗമാണ് എന്ന് നാം തിരിച്ചറിയണം. ഇൻഷാ അല്ലാഹ് വഴിയെ അത് വിശദീകരിക്കും. വസ്തുതകൾ കൃത്യമായി മനസ്സിലാക്കുവാനും ശരിയായ രീതിയിൽ നമ്മുടെ പ്രമാണങ്ങളോടുള്ള സമീപനം വ്യവസ്ഥാപിതമാക്കുവാനും നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.